കോൺഗ്രസ് കാലാകാലങ്ങളിൽ നടത്തിയ പ്രസ്താവനയും വാഗ്ദാനങ്ങളും നടപ്പാക്കിയ കാര്യങ്ങളുമെല്ലാം ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുമെന്നും കോൺഗ്രസ് കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കർണാടകത്തിൽ OBC സംവരണത്തിലേക്ക് അവരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതുമൊക്കെ വലിയ വിവാദമായി മാറിയെങ്കിൽ ആ വിവാദം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത ദിവസങ്ങളെല്ലാം റാലിയിൽ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മേദക്കിൽ നടന്ന റാലിയിൽ അദ്ദേഹം പറഞ്ഞു, താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിം സമുദായത്തിന് പട്ടികജാതി പട്ടികവർഗ പദവി നൽകില്ല, അതിൻ്റെ സംവരണം നൽകില്ല, മതത്തിൻ്റെ പേരിൽ ആർക്കും സംവരണം നൽകില്ല എന്ന് നരേന്ദ്രമോദി തീർത്ത് പറഞ്ഞിരിക്കുന്നു. SC/ST സംവരണം അവർക്കുള്ളതാണ്, അത് ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നു, അവർക്ക് മാത്രമുള്ളതാണ്, അതല്ലാതെ മറ്റൊരു വിഭാഗത്തിനുമുള്ളതല്ല. അതിനുശേഷം പ്രധാനമന്ത്രി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തെലങ്കാനയിലെ ലിംഗായത്തുകൾ, മറാത്തകൾ, ഇവരൊക്കെ BC അതായത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് കാലങ്ങളായി സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്ത കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പദവി നൽകുന്നു, ഇല്ലെങ്കിൽ SC/ST പദവി നൽകും എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും കോൺഗ്രസ് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംരക്ഷിക്കാൻ നടത്തിയ നീക്കങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നു. ഓരോ റാലിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യങ്ങൾ ഊന്നി പറയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.